സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ പ്രകൃതിയിലെ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കുറിച്ച് ചില കൗതുകകരമായ വാർത്തകൾ പുറത്തുവരികയാണ്. ഉഗാണ്ടയിൽ നിന്നാണ് ഈ വിവരങ്ങൾ. ഉഗാണ്ടയിൽ $12 ട്രില്യൺ വിലമതിക്കുന്ന 31 മില്യൺ ടൺ സ്വർണ്ണായിര നിക്ഷേപം കണ്ടെത്തി. ഇതുവഴി 3,20,000 ടണ്ണിലധികം ശുദ്ധീകരിച്ച സ്വർണം ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ഏകദേശം $12 ട്രില്യൺ വിലമതിക്കുന്ന ഈ കണ്ടെത്തൽ ഉഗാണ്ടയെ ആഗോള സ്വർണ്ണ ഉൽപാദനത്തിൽ ഒരു പ്രധാന സ്ഥാനക്കാരനായി മാറ്റും. നിക്ഷേപം പുറത്തു വരുന്നതോടെ കേരളത്തിലടക്കം സ്വർണ്ണവില ഇടിയും. വേർതിരിച്ചെടുക്കലും ശുദ്ധീകരണ ശ്രമങ്ങളും വിജയിച്ചാൽ ഈ കണ്ടെത്തൽ ഉഗാണ്ടയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റുകയും ഗണ്യമായ വിദേശ നിക്ഷേപം ആകർഷിക്കുകയും ലോകമെമ്പാടുമുള്ള സ്വർണ്ണ വിപണികളെ സ്വാധീനിക്കുകയും ചെയ്യും. എന്നാലും കേരളത്തിൽ സ്വർണ്ണപ്രേമികൾ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇടിയും എന്നുള്ള വാർത്ത കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. അതിനിപ്പോൾ സ്വർണം വാങ്ങിക്കാൻ താല്പര്യമുള്ളവരായാലും ഇല്ലാത്തവരായാലും ശരി, സ്വർണം വില ഇരിക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഭൂമിയുടെ അകക്കാമ്പിനുള്ളിൽ നിന്നും സ്വർണ്ണം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ ചോരുന്നതായി ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്. ഹവായിയൻ അഗ്നിപർവ്വത ശിലകളെക്കുറിച്ചുള്ള ഒരു പഠനത്തിലാണ് ഗവേഷകർ ഈ നിർണായകമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് സ്വർണവും ഒപ്പം വിലയേറിയ ലോഹങ്ങൾ ഉപരിതലത്തിലേക്ക് ചോർന്നൊലിക്കുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഭൂമിയിലെ സ്വർണത്തിന്റെയും റുഥീനിയം പോലുള്ള വിലയേറിയ ലോഹങ്ങളുടെയും 99% ഭൂമിയുടെ അകക്കാമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3000 കിലോമീറ്റർ കട്ടിയുള്ള പാറയ്ക്കടിയിലാണ് ഈ കാമ്പ് ഉള്ളത്. നൂതന ഐസോടോപ്പിക് വിശകലന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഹവായിയൻ അഗ്നിപർവ്വത ശിലകളെക്കുറിച്ച് നടത്തിയ പഠനത്തിലാണ് അകക്കാമ്പിൽ നിന്നും സ്വർണം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ ചോർന്നൊലിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ജർമ്മനിയിലെ ഗോട്ടിംഗൻ സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകരാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഭൂമിയുടെ ഉൾക്കാമ്പിൽ നിന്ന് ഉത്ഭവിച്ച ലാവാ പദാർത്ഥങ്ങൾ വിശകലനം ചെയ്താണ് ഈ നിർണായകമായ കണ്ടെത്തലിലേക്ക് ഗവേഷകരെ നയിച്ചത്. അസാധാരണമായി ഉയർന്ന അളവിൽ ഒരു പ്രത്യേക റുഥേനിയം ഐസോടോപ്പ് ഹവായൻ അഗ്നിപർവ്വത ശിലകളിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു വിവരം. സ്വർണവും മറ്റു വിലയേറിയ ലോഹങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമിയുടെ അകക്കാമ്പിലെ മൂലകങ്ങൾ ഭൂമിയുടെ ആവരണത്തിലേക്ക് ചോർന്നൊലിക്കുന്നുണ്ട് എന്ന ഈ ഡാറ്റ ഇപ്പോൾ ഗവേഷകർ പങ്കുവയ്ക്കുന്നു. ജർമ്മനിയിലെ ഗോട്ടിംഗൻ സർവകലാശാലയിലെ ജിയോ കെമിസ്റ്റ് നീൽസ് മെസ്ലിംഗ് നേതൃത്വം നൽകുന്ന ഗവേഷണ സംഘമാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് ഭൂമിയുടെ അകക്കാമ്പ് ഉപരിതലത്തിൽ എത്തുന്നത് ഭാവിയിൽ കൂടുതൽ ഗവേഷണങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുമെന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. എന്തായാലും പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള സ്വർണ്ണായിരിനെ കുറിച്ചുള്ള വിവരങ്ങൾ, സ്വർണ്ണായിര് ഉഗാണ്ടയിൽ കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് സ്വർണവും മറ്റു ലോഹങ്ങളും പുറത്തു വരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരുമ്പോഴും സ്വർണ്ണവില ഉയർന്നു തന്നെയാണ്. ഇനിയും സ്വർണ്ണവില ഉയരും എന്ന് തന്നെയാണ് രാജ്യാന്തര നിക്ഷേപ ബാങ്കായ JP മോർഗന്റെ പ്രവചനം. 2026 രണ്ടാം പാദത്തോടെ സ്വർണ്ണവില $4,000 ഉയരും എന്നായിരുന്നു പ്രവചനം. വർദ്ധിച്ചു വരുന്ന കടബാധ്യതകളും പലിശ ചിലവുകളും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനമായ മൂഡീസ് യുഎസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തിയിരുന്നു. വരുമാന നഷ്ടത്തിനൊപ്പം തന്നെ കടം വർദ്ധിക്കുകയും ട്രംപിന്റെ നികുതി ബില്ലുകളും യുഎസിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇരട്ടിയാക്കുകയാണ്. US ട്രഷറി വകുപ്പിന്റെ 20-വർഷ ബോണ്ട് വിൽപ്പനയ്ക്ക് ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നത് സ്വർണ്ണത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ ട്രോയ് ഔൺസിന് $3,335 പിന്നിട്ടത്. JP മോർഗന്റെ നിരീക്ഷണ പ്രകാരം ട്രോയ് ഔൺസിന് $4,000 വരെ എത്താൻ സാധ്യതയുണ്ട്. 2025 നാലാം പാദത്തിൽ സ്വർണ്ണവില $3,675 എത്തും എന്നാണ് പ്രവചനം. $3,675 എന്ന് പറഞ്ഞാൽ സ്വർണ്ണവില ഇന്ത്യൻ വില 78,000 രൂപയിലേക്കാണ് എത്തുന്നത്. 2026 രണ്ടാം പാദത്തോടെ $4,000 ഉയരുമെന്നും പ്രവചനമുണ്ട്. ഇതോടെ സ്വർണ്ണത്തിന് 85,000 രൂപയ്ക്ക് അടുത്തേക്ക് വില ഉയരും എന്ന് തന്നെയാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വില ഉയരുമ്പോഴും ഇതുപോലെ ഭൂമിയുടെ അകക്കാമ്പിൽ നിന്നും അതുപോലെ സ്വർണ്ണായിരും ഒക്കെ കിട്ടുന്നു എന്ന് പറയുന്നത് സന്തോഷം നൽകുന്ന വാർത്തകളാണ്. പക്ഷേ അത് നമുക്ക് എത്തിപ്പറ്റാവുന്ന സ്ഥലങ്ങളിലല്ല, വളരെ ദൂര പ്രദേശങ്ങളിലാണ് എന്നുള്ളതാണ് അതിലെ ദുഃഖകരമായ വസ്തുത. നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ വൻ നിക്ഷേപങ്ങളോ ഒക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ സ്വർണ്ണവില ഇടിയും എന്ന കാര്യത്തിൽ നമുക്കൊരു പ്രതീക്ഷ വെച്ച് ഇരിക്കാമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.